നമ്മുടെ ഡീൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കണം, അത്രേ ഉള്ളൂ. അതിന് താൻ ഒന്നിവിടം വരെ വരണം. പെട്ടെന്ന് പോവാം, ഇല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരേണ്ടി വരും. ഗർഭിണിയായ തന്റെ ഭാര്യയ്ക്ക് അത് താങ്ങാൻ കഴിയില്ല. അതുകൊണ്ട് അവരുടെ കൂടെ വണ്ടി കയറി ഇങ്ങോട്ട് പോരെ. ആ, ഞാനും നോക്കട്ടെ. നോക്കാനൊന്നുമില്ല, വന്നേ പറ്റൂ. അപ്പൊ കാര്യങ്ങളൊക്കെ അണ്ണം പറഞ്ഞല്ലോ അല്ലേ? എന്നാ പോവാം. എങ്ങോട്ട് പോവാൻ? നിങ്ങളുടെ കൂടെ സച്ചേട്ടൻ എവിടേക്കും വരുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. അണ്ണൻ ഇയാളോട് എന്തോ സംസാരിക്കാനുണ്ട്. അത് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചുകൊണ്ടുവിടാം. അങ്ങനല്ലേ സച്ചി സാറേ പറഞ്ഞത്? അതെ, മധുവിന് എന്നെ ഒന്ന് കാണണമെന്ന്. ഞാൻ ഇവരുടെ കൂടെ ഒന്ന് പോയിട്ട് തിരിച്ചു വരാം. എന്നാ ഞാനും വരാം. സച്ചേട്ടനെ ഒറ്റയ്ക്ക് ഞാൻ വിടില്ല. അയ്യോ, പെങ്ങളെ കൊണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വാ സാറേ. അത് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? വീട്ടിൽ കയറി വന്ന് ഭീഷണിപ്പെടുത്താനാണ് ഭാവമെങ്കിൽ ഞങ്ങള് പോലീസിനെ അറിയിക്കും. അയ്യോ, അത് വേണ്ട. പോലീസിനെ ഞങ്ങൾക്ക് അലർജിയാ. സംസാരിക്കാനുള്ളത് നേരിട്ട് സംസാരിക്കാവുന്നതാണ് അണ്ണന്റെ ഒരു ശീലം. സച്ചേട്ടാ. അതെ, ഇനി നിന്നാ സമയം ലേറ്റ് ആവും. വാ സാറേ, നമുക്ക് പോയിട്ട് വരാം. സച്ചേട്ടാ. അർച്ചന, താൻ പേടിക്കണ്ട. സച്ചേട്ടാ, ഞാൻ കൂടി വരാം. അതെ, എല്ലാവരും കൂടെ കൊണ്ടുപോവാനേ. ഇത് ഫാമിലി ടൂറൊന്നുമല്ല. അണ്ണന് സംസാരിക്കാനാ, അതും ഒറ്റയ്ക്ക്. സച്ചേട്ടാ. ഇവിടെ ചോര വീഴ്ത്തണോ അതോ ഞങ്ങളുടെ കൂടെ വരുന്നോ? ഞാൻ വരാം. സച്ചേട്ടാ. താൻ പേടിക്കണ്ട, എനിക്കൊന്നും സംഭവിക്കില്ല. പോവാം. കൊള്ളാം, നല്ല ധൈര്യം. ചാൾസ് ശോഭരാജിന് പോലും ഇത്ര ധൈര്യം ഉണ്ടായിട്ടില്ല. പോ സാറാ, പോ. വാ. സച്ചേട്ടാ. ഇത് നീ എന്നെ കൊണ്ട് ചെയ്യിച്ചതാ. നിന്നെ ആര് വന്ന് രക്ഷിക്കുമെന്ന് ഞാനൊന്ന് കാണട്ടെ. ഇവന് പച്ചവെള്ളം പോലും കൊടുത്തു പോരുത്. പാടാ. ആ, സച്ചേട്ടാ, സച്ചേട്ടാ, പേടിക്കണ്ട, ഞാനാ ധനുഷ. എനിക്ക് വയറുവേദന സഹിക്കാൻ പറ്റുന്നില്ല. അപേക്ഷിക്കാത്തൊരു പെയിൻ കില്ലർ ഉണ്ട്, എടുത്ത് തടി.
എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇതിന് വെള്ളം ചൂടായി കൊണ്ടുവരൂ. ഏട്ടത്തി നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോവാം. വാ. ഇനി താമസിക്കണ്ട ചേച്ചി, വാ. ഈ വേദന ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. എഴുന്നേക്ക്, ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട വേണ്ട, സച്ചേട്ടൻ വരട്ടെ. ഇത്തിരി ചൂട് വെച്ചാൽ അത് മാറിക്കോളൂ. എന്നാ ഞാൻ പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരാം. എനിക്ക് വയ്യ. എന്തു പറ്റി? വല്ലാത്ത നിലവിളിയായിരുന്നല്ലോ. ചേച്ചി, സച്ചേട്ടൻ വരാൻ കാത്തിരിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോവാം. ഇനി വെയിറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുഴപ്പമായാലോ? ഒരു കുഴപ്പമുണ്ടാവില്ല, സച്ചേട്ടൻ വരട്ടെ. ആ ടാബ്ലറ്റ് കഴിച്ചിട്ടും കുറവൊന്നുമില്ലല്ലോ. വാ ചേച്ചി, ഹോസ്പിറ്റലിൽ പോവാം. വാ. ഇതിന് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. വയറ്റത്ത് കുറച്ച് ചൂട് വെച്ചാൽ മതി, മാറിക്കോളും. നിനക്ക് പെയിൻ വന്നപ്പോ നീ എങ്ങനെയാ ചെയ്തേ? ഹോസ്പിറ്റലിൽ പോയോ അതോ വയറിൽ ചൂട് പിടിച്ചോ? അയ്യോ, എനിക്ക് വയ്യ.